പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഭിഷേകാഗ്നി വചന ശുശ്രൂഷയിലേക്ക് രക്ഷിതാവും കർത്താവുമായ യേശുവയുടെ അത്ഭുതകരമായ നാമത്തിൽ നിങ്ങൾക്കെല്ലാവരും വലിയ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലൂക്കാ 24:45 നമുക്കറിയാം, വിശുദ്ധ ലിഖിതം ഗ്രഹിക്കാൻ തക്കവിധം യേശു അവരുടെ മനസ്സ് തുറന്നു. നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സ് കർത്താവ് തുറന്ന് അവിടുത്തെ കരുണ കൂടുതൽ അറിയാനും, അവിടുത്തെ കരുണയുടെ ഈ ഞായറാഴ്ച അവിടുത്തെ വാത്സല്യത്തെക്കുറിച്ചും കാരുണ്യത്തെക്കുറിച്ചും കൂടുതൽ തിരിച്ചറിവുണ്ടാകാനും പരിശുദ്ധാത്മാവ് നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കറിയാവുന്ന പോലെ അഭിഷേകാഗ്നി ശുശ്രൂഷ ഒട്ടാലച്ചൻ ആരംഭിച്ചു. അത് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നു. ബിനോയച്ചനും സാംസണച്ചനൊക്കെ ശുശ്രൂഷകളിൽ മുഴുകുന്നു. നമുക്കിന്ന് ഈ ഞായറാഴ്ച കരുണയുടെ ദിവസം കർത്താവിൻ്റെ കരുണയും സ്നേഹം എല്ലാം അറിയാൻ വേണ്ടി ആഗ്രഹിച്ച് കർത്താവിൻ്റെ പക്കലേക്ക് കരങ്ങൾ ഉയർത്തി നമ്മുടെ മേൽ അവിടുന്ന് ചൊരിഞ്ഞ എല്ലാ നന്മകൾക്കും കരുണയ്ക്കും ഒരുപാട് നന്ദി പറഞ്ഞ് നമുക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. കൈകളടിച്ച് കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി ആരാധിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ എന്നും ജീവിക്കുന്ന ദൈവം, അവൻ എന്നെ രക്ഷിക്കുന്ന ദൈവം. യേശുവേ എന്നെ കൺമണിയായുള്ളം കയ്യിലെന്നും ഇതുപോൽ കാത്തിടുന്ന ദൈവം. യേശുവേ എന്നും ജീവിക്കുന്ന ദൈവം, അവൻ എന്നെ രക്ഷിക്കുന്ന ദൈവം. എന്നെ കൺമണിയായുള്ളം കയ്യിലെന്നും ഇതുപോൽ കാത്തിടുന്ന ദൈവം. ആ നല്ല ദൈവത്തെ സ്തുതിച്ചിടുവിൻ, ആനന്ദത്തോടെ സ്തുതിച്ചിടുവിൻ. പെരുമഴ പോലെ, കാറ്റിരമ്പൽ പോലെ, കടലല പോലെ സ്തുതിച്ചിടുവിൻ. ആ നല്ല ദൈവത്തെ സ്തുതിച്ചിടുവിൻ, ആനന്ദത്തോടെ സ്തുതിച്ചിടുവിൻ. പെരുമഴ പോലെ, കാറ്റിരമ്പൽ പോലെ, കടലല പോലെ സ്തുതിച്ചിടുവിൻ. കർത്താവിന്റെ സന്നിധിയിൽ കൈകളടിച്ച് അവിടുന്ന് നല്ലവനാണ്, കാരുണ്യവാനാണ്, അവിടുത്തെ അചഞ്ചല സ്നേഹം ശാശ്വതമാണ്. എല്ലാവരും ചേർന്ന് പാടി പാടി ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നു. ആരൊക്കെ എന്നെ മറന്നാലും ഒരു നാളും മറക്കില്ല എൻ ദൈവം. ആരൊക്കെ എന്നെ മറന്നാലും ഒരു നാളും മറക്കില്ല എൻ ദൈവം. ക്ലേശകാലത്തെന്നും അഭയം നൽകാൻ അവൻ തന്റെ കൂടാരം എനിക്കു തരും. ക്ലേശകാലത്തെന്നും അഭയം നൽകാൻ അവൻ തന്റെ കൂടാരം കൈകളടിച്ച് ആ നല്ല ദൈവത്തെ സ്തുതിച്ചിടുവിൻ, ആനന്ദത്തോടെ സ്തുതിച്ചിടുവിൻ. പെരുമഴ പോലെ, കാറ്റിരമ്പൽ പോലെ, കടലല പോലെ സ്തുതിച്ചിടുവിൻ. ആ നല്ല ദൈവത്തെ സ്തുതിച്ചിടുവിൻ, ആനന്ദത്തോടെ സ്തുതിച്ചിടുവിൻ. പെരുമഴ പോലെ, കാറ്റിരമ്പൽ പോലെ, കടലല പോലെ സ്തുതിച്ചിടുവിൻ. കോടി കരങ്ങൾ ഉയർത്തി ആരാധന. ഓ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു യേശുവേ. മാലാഖമാരോട് ചേർന്ന് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു യേശുവേ. കരുണയെ ഞങ്ങൾ ആരാധിക്കുന്നു യേശുവേ.
ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ മഹത്വം മഹത്വം. യേശുവേ ആരാധന അങ്ങയെ സ്നേഹിക്കുന്നു. യേശുവേ ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. യേശുവേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. യേശുവേ ഞങ്ങളങ്ങയുടെ വലിയ സ്നേഹത്തെയും കരുണയും വാഴ്ത്തുന്നു. യേശുവേ ആരാധന ആരാധന. യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഇന്നത്തെ ദിവസം ഒരു സാക്ഷ്യം കണ്ട് ദൈവത്തിന് ഒരുപാട് നന്ദി പറയുകയാണ്. അവിടുത്തെ കരുണ എത്രയോ അനന്തമാണ്, എത്രയോ വലുതാണ്. ഒരുപാട് ജീവിതങ്ങളിൽ കർത്താവ് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് തൻ്റെ കരുണ, തൻ്റെ കരബലം വീണ്ടും പ്രകടമാക്കുന്നുണ്ട്. ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. എൻ്റെ പേര് ലിനി, ഹസ്ബൻഡിൻ്റെ പേര് രഞ്ജിത്ത്. ഞങ്ങൾ കോട്ടയം ചിങ്ങവനത്ത് നിന്ന് വരുന്നു. ജോലി ചെയ്യുന്നത് വിദേശത്താണ്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 12 വർഷമായി, കുട്ടികളില്ലായിരുന്നു. ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വിവാഹം കഴിഞ്ഞ് 12 വർഷമായി മക്കളില്ലായിരുന്നു. 12 വർഷമായി ഈ ദമ്പതികൾ ഇത്ര വേദനയോടെ കരഞ്ഞ് പ്രാർത്ഥിക്കുകയായിരുന്നു. ശരിക്കും ഭയങ്കര കുടുംബത്തിൽ പ്രാർത്ഥനയായിരുന്നു. ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ചെയ്തു, പക്ഷേ ഒരു പോസിറ്റീവ് റിസൾട്ട് കിട്ടിയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഇവിടെ ഏകദിന ആദ്യ വെള്ളിയാഴ്ച പ്രാർത്ഥനയിൽ പങ്കെടുത്തു. അങ്ങനെ അച്ഛനെ കണ്ട് കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, അടുത്ത വട്ടം വരുമ്പം കുഞ്ഞുമായിട്ട് വന്ന് സാക്ഷ്യം പറയണമെന്ന്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ വന്നപ്പോൾ ചെറിയ വേദനയും കണ്ണുനീരുമായിരുന്നു. അപ്പോൾ കർത്താവ് ഒരു നിന്ന് അടുത്ത വർഷം സന്തോഷത്തോടെ വന്ന് സ്റ്റേജിൽ വന്ന് കർത്താവിനെ മഹത്വപ്പെടുത്താൻ പറയും. അങ്ങനെ ആ മാസം തന്നെ പ്രഗ്നൻ്റായി. അങ്ങനെ ഈ ഒക്ടോബർ 7-ാം തീയതി ഞങ്ങൾക്ക് ആരോഗ്യമുള്ള ഒരു പെൺകുഞ്ഞിനെ തന്ന ദൈവം അനുഗ്രഹിച്ചു. കർത്താവ് ആരോഗ്യത്തോടെ ഒരു കുട്ടിയെ കൊണ്ട് അനുഗ്രഹിച്ചിരുന്നു. ആ കുഞ്ഞുമായി വന്ന് കുടുംബം സാക്ഷ്യപ്പെടുത്തുകയാണ്. നിറക്കെ പറഞ്ഞ ഹല്ലേലൂയ. വിവാഹം കഴിഞ്ഞ് 12 വർഷമായിട്ട് മക്കളില്ലാതെ ഭയങ്കര വിഷമത്തിൽ ഞെരുക്കത്തിലായിരുന്നു. ഒന്നും ഒരു മുന്നോട്ട് പോകാൻ പറ്റാത്ത സ്ഥിതിയായിരുന്നു. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് കർത്താവിനെ ആരാധിക്കാം. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈ താന്നിട്ടില്ല ലോകത്തിൽ ഈ കാലത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈ താന്നിട്ടില്ല ലോകത്തിൽ ഈ കാലത്തിൽ. Praise the Lord. Praise the Lord. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലൂക്കാസ് സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 57-58 വാക്യങ്ങൾ. എലിസബത്തിന് പ്രസവ സമയമായി. അവളൊരു പുത്രനെ പ്രസവിച്ചു. കർത്താവ് അവളോട് വലിയ കാരുണ്യം കാണിച്ചിരിക്കുന്നു എന്ന് കേട്ട അയൽക്കാരും ബന്ധുക്കളും അവളോടൊത്ത് സന്തോഷിച്ചു. നമ്മളും എന്നീ കുടുംബത്തിൻ്റെ കൂടെ സന്തോഷിക്കുകയാണ്. ഇതുപോലെ എത്രയോ കുടുംബങ്ങളിലാണ് കർത്താവ് ഇടപെട്ടത്. പ്രിയപ്പെട്ട വലിയ കാരുണ്യമാണ് കർത്താവ് കാണിച്ചിട്ടുള്ളത്. ഓരോ കുടുംബങ്ങളിലും ദൈവം കാണിച്ച കാരുണ്യം. ഇനി കരുണയുടെ ദിനത്തിൽ കർത്താവ് കാണിച്ച ഓരോ കാരുണ്യ പ്രവൃത്തിക്ക് നമുക്ക് നന്ദി പറയാം. നമ്മൾ ബലഹീനരും പാപികളുമായിരിക്കെ ഈശോ നമ്മുടെ പാപങ്ങൾക്കെല്ലാം വേണ്ടി മരിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കർത്താവിൻ്റെ കരുണയെക്കുറിച്ച് ഒരുപാട് പേര് പ്രഘോഷിച്ചു. യോഹന്നാൻ്റെ പിതാവ് സക്രിയ അദ്ദേഹത്തിൻ്റെ പ്രവചനത്തിൽ അദ്ദേഹം പറയുന്ന കാര്യം ഇതാണ്. ലൂക്കാസ് സുവിശേഷം 1-ാം അധ്യായം 77, 78, 79 വാക്യങ്ങൾ. അതിനെങ്ങനെയാണ് പറയുന്നത്? അവിടുത്തെ ജനത്തിന് പാപമോചനം വഴിയുള്ള രക്ഷയെക്കുറിച്ച് അറിവ് കൊടുക്കാനും നമ്മുടെ ദൈവത്തിൻ്റെ കാരുണ്യാതിരേകം കൊണ്ട് ഉയരത്തിൽ നിന്നുള്ള ഉദയരശ്മി നമ്മളെ സന്ദർശിക്കുമ്പോൾ ഇരുളിലും മരണത്തിൻ്റെ നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം വീശാനും സമാധാനത്തിൻ്റെ മാർഗത്തിലേക്ക് നമ്മുടെ പാദങ്ങളെ നയിക്കാനും വേണ്ടിയാണ്. ഉയരത്തിൽ നിന്നുള്ള ഉദയരശ്മിയായ കർത്താവായ യേശു ക്രിസ്തു ഓരോ കുടുംബങ്ങളിലും ഓരോ ജീവിതങ്ങളിൽ ഇടപെട്ട് വലിയ അനുഗ്രഹങ്ങൾ, കൃപകൾ, അവിടുത്തെ കരുണ വെളിപ്പെടുത്തി തന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈശോയ്ക്ക് പ്രത്യേകം നന്ദി പറയാം. ഹല്ലേലൂയ. നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ് ഈ കരുണയെക്കുറിച്ച് പ്രഘോഷിക്കുക. അതുകൊണ്ടാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഈ ഈസ്റ്ററിൻ്റെ പിന്നത്തെ ഞായറാഴ്ച അത് കരുണയുടെ ഒരു ദിവസമായിട്ട് ആചരിക്കണം, ധാരാളം കരുണയെക്കുറിച്ച് പ്രഘോഷിക്കണം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
സിറോ മലബാർ സഭയിൽ നിന്ന് പ്രത്യേകിച്ച് പുതുഞായറായിട്ട് ആഘോഷിച്ച് എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് ഹൃദയത്തിൽ തട്ടി തോമാസ് ലീഹ ഏറ്റുപറഞ്ഞ വിശ്വാസത്തോട് ചേർന്ന് നമ്മളും കർത്താവിൻ്റെ ആ സ്നേഹവും കരുണയൊക്കെ നമ്മളും ഏറ്റുപറയുകയും ആ കർത്താവിനെ ആരാധിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ കർത്താവ് കാരുണ്യവാനാണെന്ന് ഉദ്ഘോഷിക്കണം, അവിടുന്ന് നല്ലവനാണെന്ന് പ്രഖ്യാപിക്കണം. ഇത് ഓരോ ദൈവ പൈതലിൻ്റെയും കടമയാണ്. നമുക്ക് എപ്പോഴും അങ്ങനെ സാധിക്കണമെന്നില്ലെങ്കിലും പ്രിയപ്പെട്ട നമ്മുടെ ഹൃദയത്തിലൊരു ആഗ്രഹം ഉണ്ടാണ്, അതിൻ്റെ മാക്സിമം അത് ഉദ്ഘോഷിക്കണം. കാരണം ദൈവം നമുക്ക് തരുന്നൊരു മോഡൽ അതാണ്. പഴയ നിയമത്തിൽ മോശയ്ക്ക് നല്ല ദൈവം വെളിപ്പെടുത്തിയപ്പോൾ എക്സോഡസിൻ്റെ പുസ്തകം പുറപ്പാട് 34-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ്: അവിടുന്ന് ഇപ്രകാരം ഉദ്ഘോഷിച്ചുകൊണ്ട് അവൻ്റെ മുമ്പിലൂടെ കടന്നുപോയി, കർത്താവ് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവം, കോപിക്കുന്നതിൽ വിമുഖൻ, സ്നേഹത്തിലും വിശ്വസ്തതയിലും അത്യുദാരൻ. എന്നിട്ട് വീണ്ടും അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്: തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ക്ഷമിച്ചുകൊണ്ട് ആയിരങ്ങളോട് കരുണ കാണിക്കുന്നവൻ, എന്നാൽ കുറ്റവാളിയുടെ നേരെ കണ്ണടയ്ക്കാതെ പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് മക്കളെയും മക്കളുടെ മക്കളെയും 3-4 തലമുറയോളം ശിക്ഷിക്കുന്നവൻ. അതായത് 1000 തലമുറയോളം കരുണ കാണിക്കുന്നവനാണ്. പിന്നെ 3-4 തലമുറയൊക്കെ വളരെ നിസ്സാരമാണെന്ന് നമുക്കറിയാം. അപ്പോൾ കർത്താവിൻ്റെ കരുണയാണ് ഏറ്റവും വലുത്. സിറോ മലബാർ കുർബാനയിൽ കൈകൾ കഴുകുമ്പോൾ അച്ഛൻ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണല്ലോ: സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ പാപങ്ങളുടെയും കടങ്ങളുടെയും കറ കഴുകി കളയട്ടെ. കൃപയുടെ സമുദ്രമാണ്, കരുണയുടെ സമുദ്രമാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയാ, യേശുവേ നന്ദി. അതുകൊണ്ടാണ് സങ്കീർത്തനം 103 വളരെ അഭിഷേകമുള്ള വലിയ കരുണയെ പ്രഘോഷിക്കുന്ന സങ്കീർത്തനമാണ് 103-ാം സങ്കീർത്തനം. അതിൻ്റെ 8 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ഞാനന്ന് വായിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എൻ്റെ കൂടെ അത് വായിക്കാം. കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്, ക്ഷമാശീലനും സ്നേഹനിധിയുമാണ്. അവിടുന്ന് എപ്പോഴും ശാസിക്കുകയില്ല, അവിടുത്തെ കോപം എന്നേക്കും നിലനിൽക്കുകയില്ല. നമ്മുടെ പാപങ്ങൾക്കൊത്ത് അവിടുന്ന് നമ്മെ ശിക്ഷിക്കുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്ത് നമ്മോട് പകരം ചെയ്യുന്നില്ല. ഭൂമിക്ക് മേൽ ഉയർന്നിരിക്കുന്ന ആകാശത്തോളം ഉന്നതമാണ് തൻ്റെ ഭക്തരോട് അവിടുന്ന് കാണിക്കുന്ന കാരുണ്യം. കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ളത്ര അകലത്തിൽ നമ്മുടെ പാപങ്ങളെ അവിടുന്ന് നമ്മിൽ നിന്ന് അകറ്റി നിർത്തി. പിതാവിന് മക്കളോടെന്ന പോലെ കർത്താവിന് തൻ്റെ ഭക്തരോട് അലിവ് തോന്നുന്നു. ഒരുപാട് പാട്ടുകൾ ഈ ഒരു സങ്കീർത്തനത്തിനെ ആസ്പദമാക്കിയിട്ട് എഴുതിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ ആർദ്രത, അവിടുത്തെ വാത്സല്യം, അവിടുന്ന് നമ്മുടെ പാപങ്ങൾ തുടച്ചു കളയുന്നു, അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു, അവിടുന്ന് കുറ്റങ്ങൾ പൊറുക്കുന്നു. ഇങ്ങനെ കാര്യങ്ങളൊക്കെ ദൈവം ചെയ്ത കാര്യങ്ങൾ അത് നമ്മൾ ഉദ്ഘോഷിക്കണം, അത് പ്രഘോഷിക്കണം, അതിന് നമ്മൾ നന്ദി പറയണം. അതിനുകൊണ്ടാണ് കരുണയുടെ ദിവസം കർത്താവ് പ്രത്യേകമായിട്ട് സഭയിൽ സ്ഥാപിച്ചിട്ടുള്ളത്. പറഞ്ഞേ ഹല്ലേലൂയാ. നമ്മുടെ ഈ കരുണയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴെല്ലാം നമ്മൾ ആദ്യമേ ചിന്തിക്കുന്നത് നമ്മുടെ ഈശോയെക്കുറിച്ചാണ് അല്ലേ. നമ്മുടെ കർത്താവായ യേശു അവിടുന്ന് ജീവിക്കുന്ന സമയത്ത് അവിടത്തെക്കുറിച്ച് അനേക പ്രാവശ്യം പറഞ്ഞിട്ടുള്ള മനോഹരമായ കാര്യമാണ് അവിടത്തേക്ക് കരുണ തോന്നി, അവിടത്തേക്ക് അനുകമ്പ തോന്നി, അവിടുത്തെ ഉള്ളലിഞ്ഞു. പ്രിയപ്പെട്ടവരെ, മർക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ആ കുഷ്ഠരോഗി യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ മുമ്പിൽ വന്ന് മുട്ടുകുത്തി, കർത്താവേ, നിനക്ക് മനസ്സുണ്ടൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. ബൈബിൾ പറയാണ്, മർക്കോസിന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൻ്റെ 40, 41, 42 വാക്യങ്ങൾ, അവൻ കരുണ തോന്നി കൈനീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ. തൽക്ഷണം കുഷ്ഠം മാറി അവന് ശുദ്ധി വന്നു. നോക്കിയേ, കരുണ തോന്നി കൈനീട്ടി അവനെ തൊട്ടു. മൂവ്ഡ് വിത്ത് പിറ്റി, ജീസസ് stretched out his hands and touched him and Jesus said, I do choose, be healed. നോക്കിയേ, കരുണ തോന്നി കർത്താവ് കൈനീട്ടുകയാണ്. പ്രിയപ്പെട്ടവർ, നിങ്ങളെ ഓരോരുത്തരെയും ഇന്ന് കർത്താവ് കരുണ തോന്നി കൈനീട്ടട്ടെ, സ്പർശിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് മത്തായി സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 34-ാമത്തെ വാക്യം. അന്ധന്മാർ 2 പേര് നിലവിളിക്കുകയാണ്, കരയുകയാണ്, യേശുവേ കനിയണമേ. ബൈബിൾ പറയുന്നത് എങ്ങനെയാണ്? 34-ാമത്തെ വാക്യത്തിൽ വളരെ മനോഹരമായി വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതി വെച്ചിരിക്കുകയാണ്, യേശു ഉള്ളലിഞ്ഞ് അവരുടെ കണ്ണുകളിൽ സ്പർശിച്ചു, തൽക്ഷണം അവർക്ക് കാഴ്ച കിട്ടി, അവരും അവനെ അനുഗമിച്ചു. നോക്കിയേ, യേശു ഉള്ളലിഞ്ഞ് സ്പർശിക്കുകയാണ്. ഉള്ളലിയുന്ന നമ്മുടെ ഒരു കർത്താവ്. കർത്താവിൻ്റെ കരുണയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണ്. പ്രിയപ്പെട്ട മത്തായി സുവിശേഷം 9-ാം അധ്യായത്തിൽ യേശു ജനക്കൂട്ടങ്ങളെ കണ്ടു കഴിഞ്ഞപ്പോൾ ഈശോയ്ക്കോടെ മനോഭാവം എന്താണ്? 36, 37, 38 വാക്യങ്ങൾ. യേശുവിന് അവരുടെ മേൽ അനുകമ്പ തോന്നി. അവരിടയനില്ലാത്ത ആടുകളെ പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു.
അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, വിളവധികം വേലക്കാരോ ചുരുക്കം, അതിനാൽ തൻ്റെ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കാൻ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈശോയ്ക്ക് ജനത്തെ കണ്ടപ്പോൾ, നമ്മൾ ഓരോരുത്തരെയും കാണുമ്പോൾ, ഇപ്പോൾ നിങ്ങൾ വീട്ടിലിരുന്ന് അഭിഷേകാഗ്നി കാണുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ യൂട്യൂബിലൂടെയൊക്കെ കാണുമായിരിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മളോട് ഈശോയ്ക്ക് കരുണ തോന്നുകയാണ്. ദേഷ്യമല്ല കർത്താവാണ് നമ്മളെ കാണുമ്പോൾ തോന്നുന്നത്. നമ്മൾ ഓരോരുത്തരെയും കാണുമ്പോൾ അവിടുത്തെ ഹൃദയത്തിന് അലിവ് തോന്നുകയാണ്. കാരണം അവിടുന്ന് അലിവുള്ള ദൈവമാണ്. കരുണ തോന്നുകയാണ്. കരുണ തോന്നുമ്പോൾ ഈശോ നമ്മുടെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? ധാരാളം വേലക്കാരുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം, മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണം. ഇപ്പോൾ കർത്താവിൻ്റെ ശുശ്രൂഷ അനേകർ അനുഭവിക്കണമെങ്കിൽ ധാരാളം ശുശ്രൂഷകരുണ്ടാകണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ഈശോ ഓർപ്പിക്കുകയാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഫൗസ്തീന എന്ന് പറയുന്ന പുണ്യവതിക്കാണല്ലോ കർത്താവ് ഈ ഡിവൈൻ മേഴ്സിയുടെ കാര്യങ്ങളെല്ലാം ഒന്ന് പറഞ്ഞു കൊടുത്തേക്കണത്. ഈ മനോഹരമായ ഈ പുസ്തകം, പ്രിയപ്പെട്ടവരെ, ഡിവൈൻ മേഴ്സി ഡയറി, അതിൽ എൻ്റെ ഹെഡിങ്ങിൽ ഇങ്ങനെയാണ്: എൻ്റെ ആത്മാവിലേക്ക്, എൻ്റെ അന്തരാത്മാവിലേക്ക് ഒഴുകി ഇറങ്ങിയ ദൈവ കരുണ. ഒരു പോളിഷുകാരി സിസ്റ്റർ, നിങ്ങളെ കുറേ പേർക്ക് അറിയാമായിരിക്കും. 33-ാമത്തെ വയസ്സിൽ ആ സഹോദരി മരിച്ചു. ചെറിയ കുറച്ച് കാലത്തെ ജീവിതം, കഷ്ടി എഴുത്തുവാൻ അറിയാം, അത്രയേ ഉള്ളൂ, വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല. പക്ഷേ കർത്താവ് അവിടുത്തെ കരുണയെക്കുറിച്ച് ഒരുപാട് വെളിപാടുകൾ ഈ പാവപ്പെട്ട കന്യാസ്ത്രീക്ക് നൽകി. അപ്പോൾ ഇങ്ങനെ ഈശോയുടെ ഒരു ആഗ്രഹമാണ് കരുണയുടെ മനോഹരമായൊരു ചിത്രം ഉണ്ടാക്കണം. അപ്പോൾ ഒരിക്കൽ ഫൗസ്തീന തൻ്റെ കുമ്പസാരക്കാരനോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്തപ്പോൾ കുമ്പസാരക്കാരൻ പറയുകയാണ്, ഫൗസ്തീന, ഈശോയോട് ചോദിക്കണം എന്താണ് ഈ 2 പ്രകാശരശ്മികളുടെ അർത്ഥം. അപ്പോൾ ഫൗസ്തീന ഡയറിയിൽ 299-ാമത്തെ ഖണ്ഡികയിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് വായിക്കാം. ഒരവസരത്തിൽ എൻ്റെ കുമ്പസാരക്കാരൻ ഈ ചിത്രത്തിലെ 2 പ്രകാശരശ്മികളുടെ അർത്ഥം എന്തെന്ന് ഈശോയോട് ചോദിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞു, ശരി, ഞാൻ കർത്താവിനോട് ചോദിക്കാം. പ്രാർത്ഥനാ സമയത്ത് എൻ്റെ ഉള്ളിൽ ഞാൻ ഈ വാക്കുകൾ കേട്ടു. ഈ 2 പ്രകാശരശ്മികൾ രക്തത്തെയും വെള്ളത്തെയും സൂചിപ്പിക്കുന്നു. മങ്ങിയ നിറമുള്ള രശ്മികൾ ആത്മാക്കളെ നീതീകരിക്കുന്ന വെള്ളത്തെയും, ചുവന്ന രശ്മികൾ ആത്മാക്കളുടെ ജീവനായ രക്തത്തെയും സൂചിപ്പിക്കുന്നു. കുരിശിൽ എൻ്റെ പീഡിപ്പിക്കപ്പെട്ട ഹൃദയം കുന്തത്താൽ കുത്തിപ്പിളർക്കപ്പെട്ടപ്പോൾ എൻ്റെ മൃദുലമായ കരുണയുടെ ആഴത്തിൽ നിന്ന് ഈ 2 രശ്മികളും ബഹിർഗമിച്ചു. എൻ്റെ പിതാവിൻ്റെ കോപത്തിൽ നിന്ന് ആത്മാക്കളെ മറയ്ക്കുന്ന പരിചയമാണ് ഈ രശ്മികൾ. ഈ രക്ഷാസങ്കേതത്തിൽ വസിക്കുന്നവൻ സന്തോഷവാൻ, എന്തെന്നാൽ ദൈവത്തിൻ്റെ നീതിയുടെ കരങ്ങൾ അവൻ്റെ മേൽ പതിക്കുകയില്ല. ഈസ്റ്റർ കഴിഞ്ഞുള്ള ആദ്യത്തെ ഞായറാഴ്ച ദൈവകരുണയുടെ തിരുനാളായി ആഘോഷിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മനോഹരമായി നോക്കിയേ, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകി ഇറങ്ങിയ ആ ഒരു കരുണയുടെ സ്രോതസ്. അതുകൊണ്ടാണ് ഈശോ ഈ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചത്. ഫൗസ്തീന അങ്ങനെ ചൊല്ലുമായിരുന്നു, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും കാരുണ്യ സ്രോതസ്സായി ഞങ്ങൾക്ക് വേണ്ടി ഒഴുകി ഇറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. O blood and water which gush forth from the heart of Jesus as a fountain of mercy for us, I trust in you. ഈശോയിൽ ശരണപ്പെടുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോയുടെ ചങ്ക് തുറന്നപ്പോൾ അതിൽ നിന്ന് ഒഴുകുന്ന ആ രക്തവും വെള്ളവും ഈശോ നമ്മൾ വിശുദ്ധീകരിക്കുകയാണ്. ഇവിടെ നമ്മളതിലങ്ങോട്ട് ശരണപ്പെടുകയാണ്. നമുക്ക് വേറെ ആശ്രയിക്കാനൊന്നുമില്ല. അതുകൊണ്ട് ഈശോയിൽ മാത്രമാണ് ശരണം, ഈശോയിൽ മാത്രമാണ് ആശ്രയിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ നന്ദി. പ്രിയപ്പെട്ട ഡിവൈൻ മേഴ്സി ഡയറിയിൽ 300-ാമത്തെ ഖണ്ഡികയിൽ ഈശോ പറയുന്ന ഒരു കാര്യം ഭയങ്കര പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. എൻ്റെ ഹൃദയത്തെ ഒത്തിരി സ്പർശിച്ചൊരു കാര്യമാണ്. ഞാൻ ആദ്യം അതിനെക്കുറിച്ചൊന്ന് പറയാൻ ശേഷം നമുക്കൊന്ന് വായിച്ചും കേൾക്കാം. അതായത് ഈശോ ഫൗസ്തീനയ്ക്ക് ഒരു കാര്യം പറഞ്ഞു കൊടുക്കുകയാണ്. ഈശോ പറയുകയാണ്, ഞാൻ നല്ലവനും ഞാൻ കാരുണ്യവാനുമാണെന്ന് പ്രഘോഷിക്കണം. ഈശോ പറയുകയാണ്, ഇന്ന് അനേക ആത്മാക്കൾക്ക് അത് കാര്യത്തിൽ ഒരു ബോധ്യമില്ല. ഒരുപാട് ആളുകൾ ഞാൻ പരിശുദ്ധനാണെന്നും നീതിമാനാണെന്നും പറയും. ഈശോ പറയുകയാണ്, പിശാച് പോലും അത് പറയുന്നുണ്ട്. പിശാചനറിയാം ഞാൻ നീതിമാനും പരിശുദ്ധനാണെന്ന്. പക്ഷേ പിശാച് ഒരിക്കലും ഞാൻ നല്ലവനാണെന്ന് അംഗീകരിക്കുകയല്ല, ഞാൻ കാരുണ്യവാനാണെന്ന് അവൻ അംഗീകരിക്കുകയല്ല. ഈശോ പറഞ്ഞു കൊടുക്കുകയാണ്, അത് നീ പ്രഘോഷിക്കണം. ഈശോ നല്ലവനും കാരുണ്യവാനുമാണെന്ന് പ്രഘോഷിക്കണം. ഓരോ പ്രാവശ്യവും കുമ്പസാരക്കുട്ടി പോകുമ്പോൾ നീ പ്രഘോഷിക്കുന്ന കാര്യം, നിൻ്റെ പാപങ്ങളൊക്കെ നീ പറയും. എന്നെക്കാൾ അപ്പുറത്ത് നീ പ്രഘോഷിക്കുന്ന കാര്യം എന്താ? എൻ്റെ ഈശോ നല്ലവനാണ്, എൻ്റെ ഈശോ കാരുണ്യവാനാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് കരുണയുടെ കവാടത്തിലൂടെ കടക്കാൻ കർത്താവ് നമ്മളെ വിളിക്കുകയാണ്. ഞാൻ ഡിവൈൻ മേഴ്സി ഡയറിയിലെ 300-ാമത്തെ ഖണ്ഡികയിൽ ഒരു കാര്യം വായിച്ച് കേൾപ്പിക്കാം.
ഈശോ പറയുകയാണ്, എൻ്റെ വിശ്വസ്ത ദാസനോട് പറയുക. ഈ ദിവസം അദ്ദേഹം ലോകം മുഴുവനോടും എൻ്റെ വലിയ കരുണയെപ്പറ്റി പറയണം. ഈ ദിവസം ജീവൻ്റെ ഉറവിടത്തെ സമീപിക്കുന്ന എല്ലാവർക്കും പൂർണ്ണമായ പാപമോചനവും ശിക്ഷയിൽ നിന്ന് ഇളവും ലഭിക്കും. വിശ്വാസത്തോടെ എൻ്റെ കരുണയിലേക്ക് തിരിയുന്നത് വരെ മനുഷ്യകുലം സമാധാനം കണ്ടെത്തുകയില്ല. ആത്മാവിൻ്റെ അവിശ്വസ്തത മൂലം ഞാൻ എത്രമാത്രം വേദനിക്കുന്നു. ഞാൻ പരിശുദ്ധനും നീതിമാനുമാണെന്ന് ഈ ആത്മാക്കൾ ഉദ്ഘോഷിക്കുന്നു, എന്നാൽ എൻ്റെ കരുണയിൽ വിശ്വസിക്കുകയോ എൻ്റെ നന്മയിൽ ആശ്രയിക്കുകയോ ചെയ്യുന്നില്ല. പിശാചുക്കൾ പോലും എൻ്റെ നീതിയെ പുകഴ്ത്തുന്നു, എന്നാൽ അവർ എൻ്റെ നന്മയിൽ വിശ്വസിക്കുന്നില്ല. കരുണ എന്ന നാമധേയത്തിൽ എൻ്റെ ഹൃദയം ആനന്ദിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയാ. ദൈവം കാരുണ്യവാനാണ് എന്ന് നമ്മൾ ആവർത്തിച്ച് പറയണത് ഒത്തിരി നല്ലതാണ്. എൻ്റെ ഈശോ നല്ലവനാണ്, എൻ്റെ ഈശോ കാരുണ്യവാനാണ്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, എൻ്റെ ഈശോ നല്ലവനാണ്, എൻ്റെ ഈശോ കാരുണ്യവാനാണ്. അതുകൊണ്ടാണ് 301 ഖണ്ഡികയിൽ ഇങ്ങനെയാണ് പറയണത്, കരുണയാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സ്വഭാവ വിശേഷമെന്ന് പ്രഘോഷിക്കുക. എൻ്റെ കരവേലകളെല്ലാം കരുണയാൽ മഹിമ അണിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, അതിനെക്കുറിച്ച് മനോഹരമായൊരു വിശദീകരണം ദൈവം നൽകുകയാണ് 423 ഖണ്ഡികയിൽ. ഇന്ന് വായിക്കാം. ഇന്ന് കരുണയുടെ ദിവസം ഈ കർത്താവിൻ്റെ കരുണയെക്കുറിച്ച് നമ്മൾ കേൾക്കുക, തുടർന്ന് നമ്മളതിനെക്കുറിച്ച് പ്രഘോഷിക്കുക, നമ്മളതിൽ വിശ്വസിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഹൃദയത്തിൻ്റെ ഉള്ളിൽ എൻ്റെ യേശു നല്ലവനാണ്, എൻ്റെ യേശു കാരുണ്യവാനാണ് നമ്മൾ തന്നെ പറയുക. വീട്ടിലൊക്കെ അത് പറയണം. കർത്താവ് നല്ലവനാണ്, കർത്താവ് കാരുണ്യവാനാണ്. ആ കരുണയെക്കുറിച്ച് പ്രഘോഷിക്കണം. ഇങ്ങനെയാണ് 423 ഖണ്ഡികയിൽ, എൻ്റെ ആത്മാവേ എല്ലാറ്റിനും കർത്താവിനെ സ്തുതിക്കുക, അവിടുത്തെ കരുണയെ മഹത്വപ്പെടുത്തുക. എന്തെന്നാൽ അവിടുത്തെ നന്മ അനന്തമാണ്, എല്ലാം കടന്നു പോകും. എന്നാൽ അവിടുത്തെ കരുണയ്ക്ക് അതിരോ അവസാനമോ ഇല്ല. തിന്മ പ്രബലപ്പെടുമെങ്കിലും കരുണയ്ക്ക് അളവില്ല. എൻ്റെ ദൈവമേ, ഭൂമിയിലേക്ക് അയക്കുന്ന ശിക്ഷകളിൽ പോലും ഞാൻ അവിടുത്തെ കരുണയുടെ ആഴം ദർശിക്കുന്നു. കാരണം ഇവിടെ ഭൂമിയിൽ ഞങ്ങളെ ശിക്ഷിച്ചുകൊണ്ട് നിത്യനാശത്തിൽ നിന്ന് ഞങ്ങളെ സ്വതന്ത്രരാക്കുന്നു. സൃഷ്ടികളെ സന്തോഷിക്കുവിൻ. ഒരു കുഞ്ഞ് തൻ്റെ അമ്മയുടെ ഹൃദയത്തിൽ എന്നതിനേക്കാൾ തൻ്റെ അളവറ്റ കരുണയിൽ നാം ദൈവത്തോട് അടുത്തിരിക്കുന്നു. ദൈവമേ, ആത്മാർത്ഥമായി അനുദപിക്കുന്ന കഠിനപാപികളോട് അവിടുന്ന് അനുകമ്പ തന്നെയാണ്. ഒരുവൻ എത്രമാത്രം പാപിയാണോ ദൈവകരുണ പ്രാപിക്കാൻ അവൻ അത്രമാത്രം യോഗ്യനാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. ഇപ്പം നമ്മളെല്ലാം ബലഹീനരും പാപികളുമാണ്. നമ്മുടെ കർത്താവ് അതിനേക്കാൾ വലിയവനാണ്, കാരുണ്യവാനാണ്. അപ്പം നമ്മളത് പറയാനും വിശ്വസിക്കാനും ഒട്ടും നമ്മൾ മടിക്കരുത്. യഹോഷാഫാത്ത് എന്ന് പറയുന്ന രാജാവിൻ്റെ കാലഘട്ടത്തിൽ അവരൊരു വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. കാരണം ഒരുപാട് രാജ്യങ്ങൾ ഇവർക്കെതിരെ അങ്ങോട്ട് യുദ്ധത്തിന് വന്നു. ഇവർക്ക് എന്ത് ചെയ്യണം? അപ്പോൾ ഫാസ്റ്റിംഗ് പ്രഖ്യാപിച്ചു, കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, പല കാര്യങ്ങളും ചെയ്തു. അതിനുശേഷം ഇദ്ദേഹം ചെയ്യുന്നൊരു കാര്യം, ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് ഇങ്ങനെ പാടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അതായത് ദിനവൃത്താന്ത 2-ാം പുസ്തകത്തിൽ 20-ാമത്തെ അധ്യായം അതിൻ്റെ 20, 21, 22, 23 വാക്യങ്ങൾ. പിറ്റേ ദിവസം അതിരാവിലെ അവർ തെക്കോവ മരുഭൂമിയിലേക്ക് പുറപ്പെട്ടു. അവർ പുറപ്പെടുമ്പോൾ യഹോഷാഫാത്ത് അവരെ അഭിസംബോധന ചെയ്ത് പറഞ്ഞു, യൂദാം ജെറൂസലേം നിവാസികളെ കേൾക്കുവിൻ, നിങ്ങളുടെ കർത്താവായ ദൈവത്തിൽ വിശ്വസിക്കുവിൻ, നിങ്ങൾ സുരക്ഷിതരായിരിക്കും. അവിടുത്തെ പ്രവാചകന്മാരെ വിശ്വസിക്കുവിൻ, നിങ്ങൾ വിജയം വരിക്കും. എന്നിട്ട് പറയാണ്, വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ് സൈന്യങ്ങളുടെ മുമ്പേ നടന്ന് കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. അവിടുത്തെ അചഞ്ചല സ്നേഹം ശാശ്വതമാണ് എന്ന് പാടാൻ ജനങ്ങളുമായി ആലോചിച്ച് അവൻ ഗായകരെ നിയോഗിച്ചു. അവർ പാടി സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ യൂദായെ ആക്രമിക്കാൻ വന്ന അമ്മോന്യര്, മൊവാബ്യര്, സേർ പർവ്വത നിവാസികൾ എന്നിവർക്കെതിരെ കർത്താവ് കെണിയൊരുക്കി അവർ തുരത്തപ്പെട്ടു. അമ്മോന്യരും മൊവാബ്യരും ഒരുമിച്ച് സെയീർ പർവ്വത നിവാസികളോട് പൊരുതി അവരെ നിശേഷം നശിപ്പിച്ചു. അതിനുശേഷം അമ്മോന്യരും മൊവാബ്യരും അന്യോന്യം ആക്രമിച്ച് അവർ നശിച്ചു. എൻ്റെ അർത്ഥം എന്താ? ശക്തമായി ദൈവം കാരുണ്യവാനാണെന്നും അവിടുത്തെ അചഞ്ചല സ്നേഹം ശാശ്വതമാണെന്നും അവർ പാടിപ്പാടി ദൈവത്തെ ആരാധിച്ചപ്പോൾ അന്ധകാരം വിട്ടുപോയി, പൈശാചിക ശക്തികൾ വിട്ടുപോയി, തിന്മയുടെ സ്വാധീനങ്ങൾ വിട്ടുപോയി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോ വീടുകളിലും ഓരോ കോൺവെൻറ്റുകളിലും ഓരോ പള്ളികളിലെല്ലാം ഒരു സ്തുതിപ്പ് ഉയരട്ടെ. പ്രത്യേകിച്ച് ദൈവം നല്ലവനാണ്, കാരുണ്യവാനാണ്, അവിടുത്തെ അനന്ത സ്നേഹം ശാശ്വതമാണ് എന്ന് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും പാടി പ്രാർത്ഥിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, കുമ്പസാരം എന്ന കൂദാശയെക്കുറിച്ച് ഒരു കാര്യം കൂടെ പറയാം. പ്രത്യേകിച്ച് ഫൗസ്തീന പുണ്യത്തിക്ക് ഈശോ വെളിപ്പെടുത്തി കൊടുത്തൊരു കാര്യം ഇതാണ്, കരുണയുടെ സിംഹാസനമാണ് കുമ്പസാര കൂദാശ. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് അതിൽ പറയാണ്,
ആ ഒരു കുമ്പസാരത്തിൽ വളരെ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുകയാണ്. ഇങ്ങനെയും കൂടെ പറയുകയാണ്, ഈ അത്ഭുതങ്ങൾ അത് അനസ്യൂതം തുടരുകയാണ്, ആവർത്തിക്കപ്പെടുകയാണ്. 1448 ഖണ്ഡികയിൽ ഈശോ വെളിപ്പെടുത്തി കൊടുത്ത മനോഹരമായൊരു കാര്യം നിങ്ങളതൊന്ന് വായിക്കണം. എൻ്റെ കരുണയെക്കുറിച്ച് എഴുതുകയും പറയുകയും ചെയ്യുക. ആത്മാക്കളോട് അവരെവിടെയാണ് ആശ്വാസം തേടേണ്ടതെന്ന് പറയുക. അതെൻ്റെ കരുണയുടെ സിംഹാസനത്തിങ്കിലാണ്. കുമ്പസാരം എന്ന കൂദാശ, അവിടെയാണ് വളരെ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുകയും തുടർച്ചയായി ആവർത്തിക്കപ്പെടുകയും ചെയ്യുന്നത്. ഈ അത്ഭുതം സ്വന്തമാക്കുന്നതിന് വലിയ തീർത്ഥാടനങ്ങൾ നടത്തുകയോ ബാഹ്യമായ ആഘോഷങ്ങൾ നടത്തുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. എൻ്റെ പ്രതിനിധികളുടെ പാദാന്തികെ വിശ്വാസത്തോടെ അണഞ്ഞ് തൻ്റെ ആത്മാവിൻ്റെ ദുരവസ്ഥ വെളിപ്പെടുത്തുകയേ വേണ്ടൂ. അപ്പോൾ ദൈവകരുണയുടെ അത്ഭുതം അവിടെ പൂർണ്ണമായും സംഭവിക്കും. ഒരാത്മാവ് അഴുകിത്തുടങ്ങിയ മൃതശരീരം പോലെ ആണെങ്കിലും, അതിനാൽ മാനുഷികമായി നോക്കിയാൽ ഇനിയൊരു പുനരുദ്ധാരണ ഇല്ലെങ്കിലും, എല്ലാം ഇപ്പോൾ തന്നെ നഷ്ടപ്പെട്ടു കഴിഞ്ഞെന്ന് തോന്നിയാലും ദൈവിക ദൃഷ്ടിയിൽ അങ്ങനെയല്ല. ദൈവ കരുണയുടെ അത്ഭുതം ആ ആത്മാവിനെ പൂർണ്ണമായും പുനരുദ്ധരിക്കും. ദൈവ കരുണയുടെ അത്ഭുതത്തെ പ്രയോജനപ്പെടുത്താത്ത ആത്മാക്കൾ എത്രയോ നിർഭാഗ്യരാണ്. നിങ്ങൾ നിഷ്പ്രയോജനമായി ഉറക്ക വിലപിക്കും, എന്നാൽ അത് വളരെ താമസിച്ചായിരിക്കും. അതായത് ദൈവ കരുണയുടെ അത്ഭുതം, അതാണ് കുമ്പസാരം. ഓരോ പ്രാവശ്യവും ഞാനും നിങ്ങളും കുമ്പസാരിക്കാൻ പോകുമ്പോൾ ഈശോ നല്ലവനാണെന്നും കാരുണ്യവാനാണ് നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവരെ, കൂടെയുള്ള നമ്മുടെ കുമ്പസാരം എന്ന കൂദാശയിൽ നമ്മൾ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യണം. പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ സ്നേഹം എത്രയോ അനന്തമാണ് എന്ന് നമുക്ക് വീണ്ടും ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഉദ്ഘോഷിക്കാം. നമ്മുടെ മുമ്പിൽ വലിയ സ്നേഹത്തോടെ എഴുന്നള്ളിരിക്കുന്ന ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. കർത്താവ് കാരുണ്യവാനും ആർദ്രഹൃദയനുമാണ്. ഈ കരുണയുടെ തിരുനാളിൻ്റെ ദിവസം നമ്മുടെ കർത്താവിൻ്റെ വലിയ കരുണയ്ക്ക് നമുക്ക് ഒരുപാട് നന്ദി പറയാം. ഈശോയെ, അങ്ങ് കാരുണ്യവാനാണല്ലോ, സ്നേഹനിധിയാണല്ലോ, ഞങ്ങളുടെ തെറ്റുകളും കുറ്റങ്ങളും അങ്ങ് പൊറുക്കുന്നവനാണല്ലോ. അങ്ങയുടെ കരുണയിൽ എന്നും ആശ്രയിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ. കർത്താവെ, അങ്ങയുടെ കരുണയിൽ എന്നും ആശ്രയിക്കാൻ, ശരണപ്പെടാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങ് തുറക്കണമേ കർത്താവ്. ഇന്ന് അങ്ങയുടെ പ്രിയപ്പെട്ട മക്കൾക്ക് ആശീർവാദം കൊടുക്കുമ്പോൾ വലിയ കരുണ ഞങ്ങളുടെ എല്ലാവരും മേലെ അങ്ങ് വർഷിക്കണമേ കർത്താവെ. അങ്ങയുടെ സ്നേഹം കൊണ്ട് ഞങ്ങളെ പൊതിയണമേ, അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. രോഗികൾക്ക് അത്ഭുത സൗഖ്യങ്ങൾ അങ്ങ് ദാനം ചെയ്യണമേ കർത്താവെ. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് മക്കളെ നൽകി അനുഗ്രഹിക്കണമേ. അങ്ങയെ സ്നേഹിക്കാൻ, അങ്ങയുടെ കരുണയിൽ ആശ്രയിക്കാൻ എല്ലാ ഹൃദയങ്ങളെയും തുറക്കണമേ. അങ്ങയുടെ കരുണയെക്കുറിച്ച് പ്രഘോഷിക്കാൻ ഞങ്ങളുടെ അധരങ്ങളെ അഭിഷേകം ചെയ്യണമേ. 2 കരങ്ങൾ ഈശോയുടെ വാക്കിലേക്ക് ഉയർത്തി വലിയ സ്നേഹത്തോടും വിശ്വാസത്തോടും കൂടെ കർത്താവിനെ സ്നേഹിച്ച് സ്തുതിച്ച് ആരാധിച്ച് ആശീർവാദം സ്വീകരിക്കുന്ന യേശുവേ, കരുണാമയനേ, ക്രൂശിതനേ, കാരുണ്യം തൂകണമേ. കരുണാമയനേ,